നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളുടെ ചെണ്ടുമല്ലി കൃഷിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു വളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ അതിന് മുന്നൊരു കാര്യം പറയുന്നു. ജൂൺ 11 നടേണ്ട ഡേറ്റ്, ആക്ച്വൽ ഡേറ്റ് ജൂൺ 11 ആണെങ്കിലും അതിൻ്റെ കുറച്ച് ദിവസം മുന്നെയോ അതിന് ശേഷമോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നടാം. അപ്പോൾ ഇപ്പോൾ തൈ കിട്ടിയ ആൾക്കാരുണ്ടാവും. ആ തൈ കിട്ടിയ ആൾക്കാർ കുറച്ച് അടിവളം എന്തെങ്കിലും ചേർത്തതിൻ്റെ ശേഷം നിങ്ങൾ തൈ നട്ടോളൂ. നിങ്ങളുടേതായ രീതിയിൽ വരമ്പത്തോ കവറിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടോളൂ. ആ നട്ടതിൻ്റെ ശേഷം അത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമാണ് ഇന്ന് പറയുന്നത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. കൊറിയറിൽ വന്ന ചെടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൊറിയറിൽ വന്ന ചെടികൾക്ക് എന്തായാലും ചെടി ഒന്ന് വളഞ്ഞിരിക്കും. കാരണം 2 ദിവസം വെളിച്ചം കിട്ടാതെ ഒരു പാക്ഡ് കവറിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ചെടി സൂര്യപ്രകാശത്തിന് വേണ്ടി ഓട്ടോമാറ്റിക് തിരികെ അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ ചെടിയുടെ തല ഒന്ന് വളയും. അത് കാര്യമാക്കേണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടീഷനിൽ തന്നെ കുഴിച്ചിടുക. ഇനി കൊറിയറിൽ ചെടി കിട്ടുമ്പോൾ ഈ കൊറിയറിൻ്റെ ബോക്സ് പലപ്പോഴും പുറത്തേക്ക് എറിയുന്നതായിട്ടും പുറത്തേക്ക് ഇടുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് ചില സ്ഥലത്ത് കേട്ടോ, എല്ലാ സ്ഥലത്തും അല്ല. അപ്പോൾ അങ്ങനെ കൊറിയറിൽ അയച്ച് കിട്ടിയ ചെടി പൊട്ടൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഒരാൾ ചെടികൾ കുറേ എണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അവരോടും പറഞ്ഞത് ചെടി നടുക. ചെടി നടുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ, നിങ്ങളെ ചെടിക്ക് എത്ര തട്ടുണ്ട് നോക്കുക. അത് പൊട്ടിയ ചെടിയാണെങ്കിലും പൊട്ടാത്ത ചെടിയാണെങ്കിലും. അപ്പം തട്ട് എന്ന് ഉദ്ദേശിച്ചത് ആ തണ്ടുമെന്ന് വേര് കഴിഞ്ഞിട്ട് ആ തണ്ട് തുടങ്ങുന്ന സമയത്ത് 2 സ്റ്റെപ്പായിട്ട് ബീജപത്രികൾ നിറവുന്ന ചെറിയൊരു ഭാഗം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ തട്ടായിട്ടാണ് ഉണ്ടാവുക. അപ്പം അറ്റ്ലീസ്റ്റ് ആ ബീജപത്രികൾ ഉണ്ട് ചെടിയുമേ, അതിൻ്റെ മുകൾ ഭാഗമാണ് ഒടിഞ്ഞത് എങ്കിൽ, പൊട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ചെടി കുഴിച്ചിട്ടിട്ട് ആ ഒടിഞ്ഞ സ്ഥലം വെച്ചിട്ട് തന്നെ മുറിക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, ചെരിച്ച് മുറിക്കണം. നല്ല മൂർച്ചുള്ള ബ്ലേഡും ചെരിച്ച് മുറിക്കുക. വെള്ളം കെട്ടി നിൽക്കാത്ത തരത്തിൽ മുറിക്കുക. മുറിച്ച ഉടനെ തന്നെ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ സാഫ് എന്ന പേസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ തേച്ച് കൊടുക്കാം. ഇനി നല്ല വെയിലത്താണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി മുറിച്ച് കിട്ടിയ ആ പാർട്ടുണ്ട്, ആ പാർട്ട് വളഞ്ഞിരിക്കുന്ന പാർട്ടാവും. ആ പാർട്ടുമേ എത്ര തട്ടുണ്ട് എന്ന് നോക്കണം. അപ്പോൾ എന്നെ വിളിച്ച ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ മേലെ 2 തട്ടിന് ഒരു ഇലഞ്ഞെടുക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും, പിന്നെ ഒരു സ്റ്റെമ്മ്, പിന്നെ ഒരു ഇലഞ്ഞെടുക്ക്, അറ്റത്ത് കൂമ്പ്. അപ്പോൾ 2 തട്ട് ഒരു ചെറിയ കൂമ്പുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പൊട്ടിച്ചെടുത്ത ഭാഗമില്ല, ഇത് പൊട്ടിയ ആളുകളോടെ പറഞ്ഞിട്ടാ. നിലവിൽ ചെടിക്ക് യാതൊരു കേടുമില്ലാതെ ഇരിക്കുന്ന ആളുകളൊന്നും ചെയ്യണ്ട. ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടഭാഗത്തിന്, വേരോടുള്ള ഭാഗത്തിന് 2 ഇലഞ്ഞെടുക്കുള്ള ആ പാർട്ട് വേണം. മുകളിലുള്ള പാർട്ടിൽ എത്ര ഇലഞ്ഞെടുക്കുന്നുണ്ട് നോക്കുക. അങ്ങനെ ഇപ്പോൾ പറഞ്ഞവർക്ക് 2 ഇലഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയാക്കിയ ഒരു സ്ഥലത്ത് ചെടിച്ചട്ടിയിലോ നിലത്തോ വിരൽ കൊണ്ടൊരു ഓട്ടം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കൊള്ളി കൊണ്ട് ഓട്ടം ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ മുറിച്ചെടുത്ത തലപ്പില്ലേ, നിങ്ങളുടെ ചെണ്ടുമല്ലിയുടെ തല മുറിഞ്ഞു എന്നില്ലേ, ആ മുറിഞ്ഞ പാർട്ട് മെല്ലെ ഇറക്കി വെക്കുക. 1 ഇലഞ്ഞെടുക്ക് മണ്ണിൻ്റെ അടിയിൽ വരുന്ന തരത്തിൽ ഇറക്കി വെച്ചിട്ട് ലേശം മണ്ണിട്ട് മൂടി മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ തണലത്തൊന്നും വെക്കണ്ട. മഴയുള്ള സമയത്ത് തന്നെ മുറിച്ചിട്ട് ചെയ്താൽ എന്ത് ചെയ്യും, നാളെ രാവിലെ ആകുമ്പോഴേക്കും, ഇന്ന് ഉച്ചയ്ക്ക് മുറിച്ച് വെച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും വേര് വരാൻ തുടങ്ങും. ഇത്ര ഫാസ്റ്റാണ്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം, കൊറിയർ വന്നുള്ള ചെടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് വന്നാൽ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള മാർഗ്ഗമാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കുക. സംശയമുള്ള ആളുകൾക്ക് നേരിട്ട് വിളിക്കാം. 4:30-ക്ക് ശേഷം എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യും. സംശയമുള്ള ആളുകൾ വിളിച്ചോളൂ. ഇനി നിങ്ങൾ ഇപ്പോൾ നോർമൽ കേസിൽ ഡാമേജ് ഒന്നും ഇല്ലാത്ത ചെടിയാണെങ്കിൽ, നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചു അല്ലെങ്കിൽ കൊറിയറിൽ വന്നു, പൊട്ടലൊന്നും ഇല്ലാത്ത ചെടിയാണെങ്കിൽ നിങ്ങൾ കുഴിച്ചിട്ട് ഇപ്പോൾ ഇന്നലെ കുഴിച്ചിട്ട ആൾക്കാരുണ്ട്, ഇന്ന് കുഴിച്ചിട്ട ആൾക്കാരുണ്ട്, ഇനി നാളെ മറ്റന്നാളൊക്കെ കുഴിച്ചിടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ജൂൺ 11 വരെ കുഴിച്ചിടാം, അല്ലെങ്കിൽ 15 വരെയും കുഴിച്ചിടാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. അതായത് 1 കിലോ കടലപ്പിണ്ണാക്ക് എടുക്കുക. ഞാൻ 1 കിലോ പറയുന്നത് 200 ചെടിക്ക് വേണ്ടിയിട്ടുള്ള കണക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 1 കിലോ കടലപ്പിണ്ണാക്ക് നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇന്ന് പോയിട്ട് നിങ്ങൾ കടലപ്പിണ്ണാക്ക് വാങ്ങി വയ്ക്കുക 1 കിലോ. അതിൽ നിന്നും 1/2 കിലോ കടലപ്പിണ്ണാക്ക് എടുത്തിട്ട് ഒരു പഴയ ബക്കറ്റിലേക്ക് ഇടുക. 1/2 കിലോ കടലപ്പിണ്ണാക്കിലേക്ക് ആ കടലപ്പിണ്ണാക്ക് മുങ്ങി നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിലേക്ക് 2-3 തരി ഈസ്റ്റ് അല്ലെങ്കിൽ 2 സ്പൂൺ തൈര് ഒഴിക്കുക. 2-3 മണി ഈസ്റ്റോ തൈരോ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങളിത് ചെയ്തു എങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും അതൊരു പേസ്റ്റ്, ദോശമാവിൻ്റെ പരുവത്തിലായിട്ടുണ്ടാവും. ആ അവസ്ഥയിൽ നിങ്ങൾ ആ ബക്കറ്റിൻ്റെ മുക്കാ ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് സ്മെല്ല് പ്രശ്നം തോന്നുന്ന ആൾക്കാർ ഒരച്ച് ശർക്കര വാഷ് ചെയ്തിട്ട് നന്നായി പൊടിച്ചിട്ട് അതിലിടുക. അല്ല, ആ സ്മെല്ല് പ്രശ്നമില്ലാത്ത ആൾക്കാർ അതേപോലെ ആ ബക്കറ്റിനെ ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് ഫുള്ള് അടച്ചു വെക്കരുത് കേട്ടോ. ചെറിയ വായുസഞ്ചാരം കിട്ടുന്ന തരത്തിൽ വെക്കണം. എന്നിട്ട് നാളെ രാവിലെ എടുത്തിട്ട് അതിലേക്ക് 3/4 ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് അപ്പോൾ അതൊരു പാവ് രൂപത്തിൽ, കറി രൂപത്തിലുള്ള കൊഴുപ്പ് രൂപത്തിലായിട്ട് മാറും നാളേക്ക്.
എന്നിട്ട് അത് അതേപോലെ അടച്ചു വെക്കുക. അങ്ങനെ 3-4 ദിവസം തൊട്ട് 7 ദിവസം വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വളം നിങ്ങളുടെ കടലപ്പിണ്ണാക്കിൻ്റെ ലിക്വിഡ് നിങ്ങളുണ്ടാക്കി. അപ്പോൾ ഇന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 7 ദിവസം വരെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത് നട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആളുകൾക്കാണ്. ഇന്ന് നട്ട ആളുകൾ അല്ലെങ്കിൽ ഇന്നലെ നട്ട ആളുകൾ, എന്ന് നട്ട ആളുകളായാലും എന്നാണോ നിങ്ങൾ തൈ നട്ടത്, തൈ നട്ടതിൻ്റെ 3-ാം ദിവസം കഴിഞ്ഞിട്ട്, അതായത് 4-ാം ദിവസം എന്ത് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്ത് ചെയ്തു, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് വെച്ചിട്ടുണ്ട്, അതൊരു 3 ദിവസമായി എങ്കിൽ നിങ്ങൾക്ക് ആ 3 ദിവസമായാൽ അത് ആ അടപ്പ് തുറന്നതിന് ശേഷം നന്നായി ഒരു കൊള്ളി ഉപയോഗിച്ച്, ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായി ഇളക്കുക. ഇളക്കിയിട്ട് അത് എന്ത് ചെയ്യണം, ഒരു വലിയ ബക്കറ്റിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, പൂർണ്ണമായും അരിച്ചെടുത്ത് ഒഴിക്കണം. അത് തുണിയിലോ അരിപ്പയിലോ അരിച്ചെടുത്തിട്ട്, തരിയില്ലാത്ത വരി ഒഴിവാക്കുന്ന തരത്തിൽ അരിച്ചെടുത്തിട്ട് ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കുക. ഈ അരിച്ചെടുത്ത വേസ്റ്റ് ഉണ്ട്, അത് അവിടെ തൽക്കാലം ഇരിക്കട്ടെ. ഒരു ബക്കറ്റിലേക്ക് ഈ വെള്ളം അരിച്ചൊഴിച്ചു. അപ്പോൾ ആ ബക്കറ്റിൽ എന്ത് കിട്ടും, അര ബക്കറ്റിൻ്റെ അല്ലെങ്കിൽ 1/4 ബക്കറ്റിൻ്റെ അടുത്ത് എന്ത് വെള്ളം കിട്ടും, ഇതിൻ്റെ സത്ത് കിട്ടും. ആ 1/4 ബക്കറ്റ് സത്താണ് ഒരു വലിയ ബക്കറ്റിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ബക്കറ്റ് നിറച്ച് പച്ചവെള്ളം ഒഴിക്കുക. ബക്കറ്റ് നിറച്ച് പച്ചവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ചെയ്യേണ്ട പണിയാണ് പറയുന്നത്. അതിൽ നിന്നും ഓരോ കപ്പ് വെള്ളം എടുക്കുക. ഓരോ കപ്പ് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഡൈലൂട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ചെടി നനയ്ക്കാൻ കൊണ്ടുപോകുന്ന പാത്രമല്ലേ, ഒഴിക്കുന്ന പാത്രം അല്ലെങ്കിൽ സ്പ്രയർ അല്ലെങ്കിൽ ബക്കറ്റ്, സാധാരണ ഒരു ബക്കറ്റ് എടുത്തിട്ട് നമ്മളുടെ ഈ സത്ത് ഇപ്പോൾ ഒരു ബക്കറ്റാക്കി അരിച്ചെടുത്തത് ഒരു ബക്കറ്റാക്കി വെച്ചില്ലേ, അതിൽ നിന്നും ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി വെള്ളം, 10 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാ ചെടിയുടെ മേലെയും തളിച്ചു കൊടുക്കുക. തൈ നട്ട് 3 ദിവസം മുതൽ നിങ്ങൾക്ക് ഈ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളമാണ്. ജൈവ കൃഷിയായാലും രാസകൃഷിയായാലും ഏതായിക്കോട്ടെ, തുടക്കത്തിൽ ചെടിക്ക് ഗ്രോത്ത് കിട്ടാൻ, ബൂസ്റ്റിംഗ് കിട്ടാൻ കൊടുക്കേണ്ട ഏറ്റവും നല്ല വളം കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളമാണ്. അപ്പോൾ ഇന്ന് കടലപ്പിണ്ണാക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ വെച്ചോളൂ. എന്നാണോ നിങ്ങൾ തൈ നട്ടത്, തൈ നട്ട് 3 ദിവസം കഴിഞ്ഞാൽ ഈ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം കൊണ്ട് ഒഴിക്കുക. ഒരു ചോദ്യം വരും, മഴയത്ത് എന്തിനാ നനയ്ക്കുന്നത് എന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം, മഴയില്ലാത്ത നേരത്ത് രാവിലെ സമയത്ത് ചെടികളുടെ മേലെ നന്നായി നനയ്ക്കുക. സ്മെല്ലുണ്ടാവും കേട്ടോ, അത് ആദ്യം പറയാണ്. എല്ലാ ചെടികളുടെ ഇലയുടെ മുകളിലൂടെ തട്ടുന്ന തരത്തിൽ ആ ചെടിയുടെ മേലെ തളിച്ചു കൊടുക്കുക. എന്തുകൊണ്ട് ഞാൻ ഇത് വീഡിയോ കാണിക്കുന്നില്ല, വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളെ ചെടിയുടെ എല്ലാ ഇടപാടും നടക്കുന്നത് മലപ്പുറം കോട്ടക്കലാണ്. ഇവിടെ പാലക്കാട് നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ക്ലാസ് ചെയ്യുന്നത്. ഇവിടേക്ക് തൈ എത്തിയിട്ടില്ല, എൻ്റെ കയ്യിലേക്ക് എത്തില്ല. തൈ എൻ്റെ കയ്യിൽ എത്തി നട്ടതിൻ്റെ ശേഷം തുടർന്നുള്ള വീഡിയോ എല്ലാം ചെടിയോടുകൂടി ലൈവായിട്ടുള്ള റെക്കോർഡ് ചെയ്ത സാധനങ്ങളായിട്ടുള്ള ഞാൻ ചെയ്തു തരും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം തയ്യാറാക്കുക, സ്ലറി തയ്യാറാക്കുക എന്നുള്ളതാണ്. സംശയമുള്ള ആളുകൾ ചോദിക്കുക. ഇനി ഓരോന്നിനു വേണ്ടിയിട്ട് കടയിൽ പോകണം എന്നുള്ളൊരു പ്രശ്നം വരും. ഇപ്പോൾ കടലപ്പിണ്ണാക്ക് മേടിക്കാൻ പോകണം, 200 ചെടികൾക്ക് ഈ 1/2 കിലോ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം എപ്പോഴാണോ തീരുന്നത് അതുവരെ ഒഴിച്ച് തീർക്കുക. നിങ്ങൾക്ക് ഡെയിലി ഒഴിക്കേണ്ട, 3 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുത്താൽ മഴയിൽ കുറേ മണ്ണിലേക്ക് പോകുന്നത്, കുറേ ഇല വലിച്ചെടുക്കും. അപ്പോൾ മഴ ഇല്ലാത്ത നേരം നോക്കി തളിച്ചു കൊടുക്കാൻ നോക്കുക. രാവിലെ, ഉച്ചയ്ക്കോ വൈകുന്നേരം തളിക്കാതിരിക്കുക എന്നുള്ളത് ഫംഗസ് വരാൻ സാധ്യത കൂടുക. രാവിലെ സമയമാണ് ഏറ്റവും ബെറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത് ഏത് ചെടിക്കും വളരെ, ചെണ്ടുമല്ലി ആയിക്കോട്ടെ, വാടാർമല്ലി ആയിക്കോട്ടെ, ജമന്തി ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കിൻ്റെ വളം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു തന്നതും, അതുപോലെ ചെടിക്ക് ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിലോ ചെടി പൊട്ടിപ്പോയാലോ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങളും പറഞ്ഞു. ഈ ചെടി പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പൊട്ടിയ ചെടി ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള പർപ്പസാണ് ഉപയോഗിക്കുക. അത് മറ്റൊരു വീഡിയോയിൽ പ്രൂണിങ്ങിൽ പറയാം. ഇതെല്ലാ ആളുകളും ഇപ്പം മുറിക്കണം എന്നല്ല പറയുന്നത്. അഥവാ നിങ്ങൾക്ക് കിട്ടിയ ചെടിയിൽ പൊട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിയ ചെടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് എവിടെ മുറിക്കണം എന്ന് എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് നമ്മളുടെ വിശ്വാസത്തിൽ ചെയ്താൽ ശരിയാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുക. ഈ ഓണക്കാലത്ത് നല്ല ചെണ്ടുമല്ലി വിളവെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വിളവെടുപ്പിൻ്റെ ടെക്നിക്ക് കാര്യങ്ങളും മറ്റൊക്കെ നെക്സ്റ്റ് വീഡിയോകളിൽ വരുന്നതായിരിക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മളെ വീഡിയോ കൂടുതൽ കാണുന്ന ആൾക്കാർ കമൻറ്റ്, ഈ ചെണ്ടുമല്ലി കൃഷി ഗ്രൂപ്പ് അംഗമാണെന്നുള്ളൊരു കമൻറ്റോട് കൂടി വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി വിട്ടാൽ വളരെ സന്തോഷം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു. 1/2 കിലോ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം എപ്പോഴാണോ തീരുന്നത് അതുവരെ ഒഴിച്ച് തീർക്കുക. നിങ്ങൾക്ക് ഡെയിലി ഒഴിക്കേണ്ട, 3 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം തളിച്ചു കൊടുക്കുക.
തളിച്ചു കൊടുത്താൽ മഴയിൽ കുറേ മണ്ണിലേക്ക് പോകുന്നത്, കുറേ ഇല വലിച്ചെടുക്കും. അപ്പോൾ മഴ ഇല്ലാത്ത നേരം നോക്കി തളിച്ചു കൊടുക്കാൻ നോക്കുക. രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരം തളിക്കാതിരിക്കുക എന്നുള്ളത് ഫംഗസ് വരാൻ സാധ്യത കൂടുക. രാവിലെ സമയമാണ് ഏറ്റവും ബെറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത് ഏത് ചെടിക്കും വളരെ, ചെണ്ടുമല്ലി ആയിക്കോട്ടെ, വാടാർമല്ലി ആയിക്കോട്ടെ, ജമന്തി ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കിൻ്റെ വളം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു തന്നതും, അതുപോലെ ചെടിക്ക് ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിലോ ചെടി പൊട്ടിപ്പോയാലോ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങളും പറഞ്ഞു. ഈ ചെടി പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പൊട്ടിയ ചെടി ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള പർപ്പസാണ് ഉപയോഗിക്കുക. അത് മറ്റൊരു വീഡിയോയിൽ പ്രൂണിങ്ങിൽ പറയാം. ഇതെല്ലാ ആളുകളും ഇപ്പം മുറിക്കണം എന്നല്ല പറയുന്നത്. അഥവാ നിങ്ങൾക്ക് കിട്ടിയ ചെടിയിൽ പൊട്ടൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിയ ചെടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് എവിടെ മുറിക്കണം എന്ന് എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് നമ്മളുടെ വിശ്വാസത്തിൽ ചെയ്താൽ ശരിയാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുക. ഈ ഓണക്കാലത്ത് നല്ല ചെണ്ടുമല്ലി വിളവെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വിളവെടുപ്പിൻ്റെ ടെക്നിക്ക് കാര്യങ്ങളും മറ്റൊക്കെ നെക്സ്റ്റ് വീഡിയോകളിൽ വരുന്നതായിരിക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മളെ വീഡിയോ കൂടുതൽ കാണുന്ന ആൾക്കാർ കമൻറ്റ്, ഈ ചെണ്ടുമല്ലി കൃഷി ഗ്രൂപ്പ് അംഗമാണെന്നുള്ള കമൻറ്റോട് കൂടി വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി വിട്ടാൽ വളരെ സന്തോഷം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക്